ഹായ്. എത്ര വർഷമായിട്ട് താമരനൃത്തം കളിക്കുകയാണ്? 2 വർഷമുണ്ട്. 2 വർഷമായിട്ട് കളിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻസ്? എക്സൈറ്റഡ് ആണോ? ആണ്, സൂപ്പറാണ്. സൂപ്പറാണ്. അപ്പൊ അത്തച്ചമയ ഘോഷയാത്രയിൽ അവരുടെ താമരനൃത്തം കളിക്കാനായിട്ട് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ സീനിയർ ആയിട്ടൊരു പുള്ളിയുണ്ട്. എത്ര വർഷമായിട്ട് താമരനൃത്തം ചെയ്യും? 2 വർഷം കൊണ്ട് താമര. നമ്മൾ നവകേരളയുടെ പുതിയ സംരംഭമാണ്. 2 വർഷമായിട്ട് താമര നൃത്തമുണ്ട്. എന്താ ചേട്ടാ ഈ താമര എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു ബ്യൂട്ടിഫുൾ സംഭവമാണല്ലോ, ഭംഗിയുള്ള ഒരു സംഭവം. വിഷ്വലി ഒരു ഇത് നൈറ്റ് ആകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സ്. അതെ. പിന്നെ മിററുണ്ട്, അരയന്നുണ്ട്, താമര നൃത്തമുണ്ട്, അരയന്ന നൃത്തമുണ്ട്. ഈ അരയന്നത്തിൽ തന്നെ ഭയങ്കര മിറർ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണാൻ. ഇത് നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്നാണ് ചേട്ടൻ പറയുന്നത്. പക്ഷേ നൈറ്റിൽ മാത്രമല്ല, രാവിലെ അടിപൊളി ഭംഗിയാണ്. താമരനൃത്തം ചെയ്യുന്നതിന് മുന്നേ ഉള്ള ചെറിയൊരു റെസ്റ്റിലാണെന്ന് തോന്നുന്നു. മനസ്സും ശരീരവും സെറ്റ് ചെയ്യും. എക്സൈറ്റഡ് ആണോ? എത്ര വർഷമായിട്ട് ചെയ്യുവാണ്? ഒരു 3-4 വർഷമായി. 3-4 വർഷമായിട്ട് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ഏറ്റവും സീനിയർ ആണെന്ന് തോന്നുന്നല്ലോ ചേട്ടൻ. അതെ അതെ. അരയന്ന നൃത്തമാണോ താമര നൃത്തമാണോ ഫേവറേറ്റ്? രണ്ടും ഫേവറേറ്റ് തന്നെ. പിന്നെ മിറർ ഉണ്ട്. മിറർ എന്ത്? ഇവിടെ നമ്മൾ മിററിനെ കാണുന്നില്ലെന്ന് തോന്നുന്നു. കെട്ടാൻ പോയിരിക്കുക അവര്. മിറർ കെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇത് പച്ചയാ. അതെ. പല നിറത്തിലുള്ള അരയനങ്ങളുണ്ട്. എന്തായാലും ഇതിന്റെ ബാക്കിൽ ഇതാ കുറച്ച് അടിപൊളി കലാകാരന്മാർ കറുത്ത വേഷമൊക്കെ അണിഞ്ഞ് നിൽക്കുവാണ്. ഈ ഏത് രൂപമാണ്, എന്ത് വേഷമാണ് ചെയ്യുന്നത്? നമ്മുടെ അലാമിക്കളി, കാസർഗോഡ് ജില്ലയുടെ തനത് കലാരൂപമായ അലാമിക്കളി. അലാമിക്കളി ഇത് ആദ്യമായിട്ടാണോ ചമയഘോഷയാത്രയിൽ വരുന്നത്? എത്ര വർഷമായിട്ട്? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, നമ്മളല്ല. ഉണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഫോക്ക് ലാൻഡ് എന്ന നാടൻകലാ സ്ഥാപനത്തിലെ ഒരു കലാകാരനാണ്. കഴിഞ്ഞ വർഷം ആലാമിക്കളി ഉണ്ടായിരുന്നു. ആലാമിക്കളി പറഞ്ഞത് ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ഒരു ഭാഗമാണ്. ഇത് പഴയ കാലങ്ങളിൽ അനുഷ്ഠാനത്തോടെ ചെയ്തിരുന്നു. അന്ന് ഇതിൻ്റെ കാർമ്മികത്വം വഹിച്ചത് മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു. ആലാമി വേഷം കിട്ടുന്നത് ഹിന്ദുക്കളായിരുന്നു. പക്ഷേ കാലക്രമേണ ഈ ആലാമി നശിക്കുകയും പുതിയ തലമുറ ഈ ആലാമിയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ് ചെയ്യാം. നമ്മൾ ആലാമി നൃത്തക്കാർ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തു തരും. ഈ താമര നൃത്തത്തിൻ്റെ ഇടയിൽ അവരുടെ സ്പേസ് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടുവാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അവരുടെ നൃത്തം ആരംഭിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ കൗതുകമുള്ള ഒരു സംഭവമാണ്. തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡിന്റെ തനതായ ആലാമി നൃത്തം എന്ന് പറയുന്നത്. പണ്ട് ഹിന്ദുക്കൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാരൂപം ഇപ്പോൾ എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ 2 വർഷമായിട്ട് നമുക്ക് ഇവിടെ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ നൃത്തം ഇവിടെ ചെയ്തു തന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. അവരിപ്പോഴും ആ നൃത്തം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവരോട് പറഞ്ഞിട്ട് പോലും എത്ര സന്തോഷത്തോടെയാണ് അവരെ ചെയ്യുന്നത്. പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ എന്താ 2 സ്റ്റെപ്പ് അവരുടെ മുഴുവൻ പരിപാടി ഇവിടെ അരങ്ങേറുകയാണ്. ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിരവധി കലാരൂപങ്ങളുടെ പെർഫോമൻസ് തുടരുകയാണ്. നമ്മൾ ആ വഴി പോകുമ്പോഴും അവിടെ നിരവധി കലാകാരന്മാരുണ്ട്. തെയ്യമടക്കമുള്ള കലാരൂപങ്ങൾ റെഡിയായി നിൽക്കുവാണ്.
കേക്കത്തില്ല കേക്കത്തില്ല. പുളിയൻ തെയ്യമാണ് ഗായ്സ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് ഇവിടെ വലിയ ക്രമീകരണങ്ങൾ ഇതിന് ആവശ്യമാണ്. നേരത്തെ പുലർച്ചെ വന്ന് ഇതിന്റെ ക്രമീകരണങ്ങൾ തുടങ്ങിയതാണ്. ഇത് തയ്യാറാക്കേണ്ടതുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ പുളിയൻ തെയ്യം. അതിന്റെ അപ്പുറത്ത് പെർഫോമൻസ്, മറ്റു രീതിയിലുള്ള കലാരൂപങ്ങളും അരങ്ങേറുവാണ്. ചേട്ടാ, ഞങ്ങളുടെ ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി രണ്ട് പെർഫോമൻസ് ഒന്ന്